പാലക്കാട് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ ഒരു മരണം. മുണ്ടൂരിലെ യുവക്ഷേത്ര കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥി മുഹമ്മദ് ഹർഫാനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 3 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. ആശുപത്രി മാലിന്യവുമായി പോവുകയായിരുന്ന ലോറിയാണ് മുണ്ടൂർ 9ാം മൈലിൽ വെച്ച് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയത്. അരുൺ ആലത്തൂരുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. അരുൺ, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു അപകടം? അല്പസമയം മുൻപാണ് മുണ്ടൂർ തൂതപാതയിൽ 9ാം മൈലിൽ അപകടം ഉണ്ടായത്. കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു. പള്ളിയിലും മറ്റും പോയി വരികയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഈ ലോറി പാഞ്ഞു കയറിയത്. 4 വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഒരു മരണവും കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഹമ്മദ് ഫർഹാൻ എന്ന യുവക്ഷേത്ര കോളേജിലെ BCA 2ാം വിദ്യാർത്ഥിക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ആ കുട്ടികളെയും മറ്റുമൊക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ കുട്ടികളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ കോളേജിൻ്റെ അധികൃതരുണ്ട്. ഈ എന്താ സംഭവിച്ചത്? കുട്ടികൾ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴേ സൈഡിൽ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് വണ്ടി സൈഡിലേക്ക് കയറി ഇടിച്ചതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഒരു 3-4 കുട്ടികളാണ്. നമ്മുടെ എല്ലാ കുട്ടികളും പള്ളിയിൽ പോകുന്ന അവിടെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇപ്പം 4 പേരാണ്. പിന്നെ ഒരു പ്രായ ഒരു വ്യക്തി ഉണ്ടെന്ന് പറയും. പുള്ളിക്ക് കുഴപ്പമില്ലെന്നാണ് കേട്ടോ. കോങ്ങാട് തന്നെ കയറ്റിയിട്ടുണ്ട്, കോങ്ങാട് ഹോസ്പിറ്റലിൽ. ബാക്കി ഒരു കുട്ടി 2 പേർ ഇച്ചിരി സീരിയസ് ആണെന്ന് തോന്നുന്നു. ജീവൻ നഷ്ടമായി അതുതന്നെയാണ്. ഏതായാലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഈ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയെ മറ്റൊരു ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളാണോ? അല്ല, ഡിഗ്രി കോളേജിലെയാണ്. സെക്കൻഡ് ഇയേഴ്സ് ആവുന്നു. അത് വണ്ടി മറ്റേ ബ്രേക്ക് കിട്ടിയില്ലെന്നാണ് പറയണത്. എന്താ കറക്റ്റായിട്ട് അറിയില്ല. ഈ വണ്ടി അങ്ങോട്ടേക്ക് പോവുമായിരുന്നു, ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക് പോവുമായിരുന്നു ലോറി. അങ്ങോട്ട് പോവായിരുന്നു. ഈ ലോറി ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് മുണ്ടൂർ തൂതപാതയിലെ 9ാം മൈലിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെയും മറ്റുമൊക്കെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയെ പാലക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യം. ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായി. മുഹമ്മദ് ഫർഹാൻ എന്നൊരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ പോയി മടങ്ങി വരുന്നതിനിടയ്ക്കാണ് ഈ നിയന്ത്രണം വിട്ട ലോറി, അതിന് ബ്രേക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത്, ആ ലോറി ഈ വിദ്യാർത്ഥികളുടെ മേലേക്ക് പാഞ്ഞു കയറിയത്. അവിടുത്തെ നാട്ടുകാരനായ ഒരു വ്യക്തി കൂടെ അപകടത്തിൽപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിൽ ഉടൻ തന്നെ പ്രവേശിപ്പിക്കുകയായിരുന്നു. മെഡിക്കൽ മാലിന്യം, IMAയുടെ മെഡിക്കൽ മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന ലോറിയുണ്ട്. ആ ലോറിയാണ് ഇങ്ങനെ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ആ ലോറിയാണ് വിദ്യാർത്ഥികൾക്ക് മേലേക്ക് പാഞ്ഞു കയറിയിരിക്കുന്നത്. അരുണെ, എന്തായാലും ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം എന്നാണ് പറയുന്നത്. ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതിനിടയിൽ വന്നിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. മാത്രമല്ല, ഈ മുണ്ടൂർ തൂതപാത സ്ഥിരം അപകട മേഖലയാണ്. നമ്മൾ തന്നെ നേരത്തെ ഇതേ പാതയിലെ അപകടങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മുണ്ടൂർ മേഖലയിൽ ഉൾപ്പെടെ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡിൻ്റെയൊക്കെ നിർമ്മാണം കൃത്യമല്ല എന്ന് പലതവണ പരാതികൾ ഈ പ്രദേശത്തൊക്കെ ഉയർന്നതാണ്. കാരണം റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് കൂടെയാണ് ഇവിടെ ഇങ്ങനെ അപകടങ്ങൾ തുടർക്കഥയാവുന്നതിന് കാരണമെന്നുള്ള ആരോപണം നേരത്തെ തന്നെ പലതവണ ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ അപകടത്തിൽ ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് വഴിവെച്ചത് എന്ന തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളോ മറ്റൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് നിയന്ത്രണം നഷ്ടമായി, അങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് മേലേക്ക് പാഞ്ഞു കയറി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ശരി, മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഒരു വിദ്യാർത്ഥി മരിച്ചു എന്നാണ് നിലവിലെ ലഭിക്കുന്ന വിവരം. മറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ എങ്ങനെയാണ്?
നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരാളുടെ നില ഇത്തിരി ഗുരുതരമാണ് എന്നുള്ള വിവരമുണ്ട്. മറ്റ് ചില വിദ്യാർത്ഥികൾക്ക് വലിയ പരിക്കുകളില്ല എന്നുള്ള വിവരം കൂടെയാണ് പുറത്ത് വരുന്നത്. അതേസമയം ഇപ്പോൾ ആശുപത്രിയിൽ ഏതായാലും ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സ തുടരുന്ന ഒരു സ്ഥിതിയാണ്. നനച്ചിരിക്കാതെ ഉണ്ടായ ഒരു അപകടം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ പാലക്കാട് ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇന്നിപ്പോൾ കർക്കിടകം 1 മുതൽ തന്നെ മഴ അത്യാവശ്യം ചെറിയ രീതിയിൽ പലയിടങ്ങളിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പാതയാണെങ്കിൽ പ്രധാനമായിട്ടും മഴ പെയ്യുമ്പോഴാണ് ഇവിടെ പല അപകടങ്ങളും ഉണ്ടാവാറുള്ളത് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഈ മുണ്ടൂർ തൂതപാതയിൽ മുമ്പൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് മഴ പെയ്യുന്ന സമയത്ത് വാഹനങ്ങൾക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഗ്രിപ്പ് കിട്ടാതെ മറിയുന്ന ഒരു സ്ഥിതി ഈ മുണ്ടൂരിലെ തന്നെ എഴക്കാട് ഭാഗത്തൊക്കെ തുടർച്ചയായിട്ടുണ്ട്. എഴക്കാട് ഭാഗത്ത് ഏകദേശം ഒരു 40-40ഓളം അപകടങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ അതിനെ സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ അവിടെ സ്പീഡ് ബ്രേക്കറും മറ്റുമൊക്കെ വെച്ച് ബാരിക്കേഡുകളൊക്കെ വെച്ചിരുന്ന ഒരു സാഹചര്യം ഈ മുണ്ടൂരിലെ തന്നെ ഇതേ പാതയിലെ തന്നെ എഴക്കാട് എന്ന പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എഴക്കാട് മാത്രമല്ല മറ്റ് വിവിധ ഭാഗങ്ങളിലും അപകട സാഹചര്യം ഈ റോഡിലുണ്ട്, ഈ പാതയിലുണ്ട് എന്നുള്ളൊരു പരാതി നാട്ടുകാർ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് 9-ാം മൈലിലാണ്. 9-ാം മൈലിലാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായി. 4 വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾക്ക് മേലേക്ക് ഒരു ലോറി പാഞ്ഞ് കയറിയിരിക്കുന്നത്. ആ ലോറി പാഞ്ഞ് കയറി IMAയുടെ മെഡിക്കൽ മാലിന്യം കൊണ്ടുപോകുന്ന ലോറിയാണ് പാഞ്ഞ് കയറിയത്. അതിലാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള ഒരു ദുഃഖകരമായ വിവരം കൂടി പുറത്തു വരുന്നത്. ശരി, അരുൺ സൂചിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ കുറച്ചധികം ശ്രദ്ധയോടുകൂടി തന്നെ വാഹനങ്ങൾ ഓടിക്കേണ്ട കാര്യമുണ്ട്. എങ്കിലും ഇത്തരത്തിലൊരു അപകടം പറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഡ്രൈവറിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ കുറിച്ചോ അങ്ങനെ ആ തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? IMAയുടെ മെഡിക്കൽ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന വാഹനമാണ്. നമുക്കറിയാം ഈ IMAയുടെ ഇമേജ് എന്ന പ്ലാന്റ് പാലക്കാട് മലമ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക മെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. അവിടുത്തെ വാഹനമാണിത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മെഡിക്കൽ മാലിന്യം ചിലപ്പോൾ മലമ്പുഴയിൽ ഈ പ്ലാന്റിൽ തട്ടിയതിന് ശേഷം തിരിച്ച് പോയതാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റ് ആശുപത്രികളിൽ നിന്ന് മാലിന്യം എടുക്കാൻ പോകുന്ന വഴിക്ക് അപകടം സംഭവിച്ചതായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം വാഹനം കിടക്കുന്നത് ഇത്തരത്തിൽ പാലക്കാട് നിന്നും ചെർപ്പളശ്ശേരി തൂത ഭാഗത്തേക്ക് പോകുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ വാഹനം പാലക്കാട് നിന്നും ഈ ചെർപ്പളശ്ശേരി റൂട്ടിലേക്ക് പോകുന്ന സമയത്ത് അപകടത്തിൽ പെട്ടതായിരിക്കാനുള്ള സാധ്യതയാണ്. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ വ്യക്തത ലഭിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഈ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സഹപാഠികളും കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളുമായിട്ടുള്ള കുട്ടികൾ പറയുന്നത് ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്.